Assalamu alaikum, myself Safira. Welcome back to my channel Life and Flavor. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന മഹ്മൂസ് ഗുത്തൈഫിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഭയങ്കര സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കാൻ, പക്ഷെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നല്ല ക്ഷമ വേണം. നമുക്കിത് 1 pot റൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഒരു റൈസിലേക്ക് നാരങ്ങൊക്കെ പിഴിഞ്ഞിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഇതുവരെ നമ്മൾ കഴിക്കാത്തൊരു റൈസിന്റെ ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ ഇൻഷാല്ലാ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റയിലും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റന്റ് ലിങ്ക് ഇവിടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം എങ്ങനെ തുടങ്ങല്ലേ, വായോ. ഈ ഒരു റെസിപ്പിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സവാള എന്ന് പറയുന്നത്. ഈ ഒരു സവാള കാരമലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പം ഞാനിവിടെ ഏകദേശം 4 ആൾക്കാർക്ക് ഒരു നേരം കഴിക്കാനുള്ള റെസിപ്പിയാണ് ഞാനിവിടെ നിന്ന് കാണിക്കുന്നത്. അതായത് 2 കപ്പ് റൈസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ വലിയ 4 സവാളയാണ് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് സവാള ഇനിയും കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം. എത്രത്തോളം സവാള കൂട്ടുന്നു അത്രയും നമ്മുടെ റൈസിൻ്റെ ടേസ്റ്റ് കൂടെയുള്ളൂ, അല്ലാതെ കുറയൂല. അപ്പം ഞാൻ ഈ ഒരു 4 വലിയ സവാളൻ്റെ തൊലി ഫുള്ള് കളഞ്ഞിട്ട് ഞാനിവിടെ 4 പീസസ് ആക്കി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്കിത് എത്രത്തോളം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. കാരണം നമുക്ക് സവാള കാരമലൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റെഡി ആവാൻ അത് നല്ല ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിവിടെ ഈ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾ കട്ടർ വെച്ചിട്ടാണ് ഞാൻ സവാള കുനുകുനാന്ന് അരിയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല സിമ്പിളാണ് ചെയ്തെടുക്കാൻ. പിന്നെ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉള്ളി അരിയുമ്പോഴത്തിന് ഞാൻ കരയുന്ന ആളാണ്. എനിക്ക് പെട്ടെന്ന് ഉള്ളിൻ്റെ ഒരു ഇത് വന്നാൽ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണിത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഈ ഒരു വെജിറ്റബിൾ കട്ടർ വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു സാധനം പ്രസ് ആവാത്ത പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വീണ്ടും ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എനിക്ക് ഒന്നും കൂടിയും ചെറുതാക്കണം തോന്നിയപ്പോൾ ഞാനിത് വീണ്ടും ഒന്നും കൂടിയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം ഉള്ളവർക്ക് ഇത് ഭയങ്കര സിമ്പിളാണ്. ഇനി ഇങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇല്ലാത്തവർക്കും കുഴപ്പമില്ല, സാധാ കൈ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്താൽ മതി. എത്രത്തോളം ചെറുതാക്കാൻ പറ്റും നമ്മൾ അത്രത്തോളം ചെറുതാക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ, കാരമലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമ്പോൾ അത്രത്തോളം നമുക്കിവിടെ കാരമലൈസ് ചെയ്യുന്ന ടൈം നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ 2 ബാച്ചസ് ആക്കിയിട്ടാണ് ഈ ഒരു 4 വലിയ സവാള ഞാൻ ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ 4 സവാള എനിക്ക് കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം ഇത്രത്തോളം എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് കാരമലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രത്തോളം ഈ ഒരു സവാള എടുത്തത് നമുക്ക് തോന്നുകയല്ലേ, നമുക്ക് കുറച്ചെടുത്ത പോലെ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ചെറുതാക്കിയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് അവിടെ ഒരു സൈഡിൽ മാറ്റി വെക്കാം. ഞാനിവിടെ 2 കപ്പ് ബസുമതി റൈസാണ് യൂസ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ബസുമതി റൈസാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 30 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ കുതിരാൻ വെക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം ഇത് നല്ലോണം കഴുകി എടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. 30 മിനിറ്റ് കറക്റ്റ് 30 മിനിറ്റ് ആകുമ്പോഴത്തേനാണ് നമുക്ക് വെള്ളം വാർന്ന് അവിടെ സെപ്പറേറ്റ് ചെയ്ത് വെക്കും വേണം. ഇനി നമുക്ക് നമ്മുടെ ചോറുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനു വേണ്ടി ഒരു പാത്രം എടുക്കുക. ഇനി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ടേസ്റ്റ് ഒലീവ് ഓയിലാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഒലീവ് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സവാള വഴറ്റുമ്പോൾ ഉപ്പിടേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ഈ ഒരു സവാള റെഡിയായി കിട്ടണം. അതാണ് ഈ ഒരു ചോറിൻ്റെ ടേസ്റ്റ്. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഈ ഒരു സമയം സവാള വെക്കേണ്ടത്. സവാള കാരമലൈസ് ചെയ്യാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കും. അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സമയത്ത് ഇളക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇത് ചെറിയ രീതിയിൽ ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമ്മൾ ഫ്ലെയിം പറ്റ ലോവിലാക്കുക. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു മെയിൻ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സവാള കരിയരുത്. സവാള കരിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ്, ഈ ഒരു റൈസിൻ്റെ ടേസ്റ്റേ പോകും. അപ്പോൾ അത് കരിയാതെ വേണം നമ്മളിത് ചെയ്യാൻ. ഈ ഒരു സവാള ചോക്ലേറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഏകദേശം ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് ടൈം എടുക്കും. പിന്നെ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചിട്ടും ഈ ഒരു ടൈമിൽ ചെറിയ ചെറിയ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമ്മൾ ഏകദേശം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പിന്നത്തെ ബാക്കിയുള്ള സമയം ഫുള്ള് നമ്മൾ ഫ്ലെയിം പറ്റ ലോവിലാക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഹൈയിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി തോന്നും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. സവാള കരിയരുത്. സവാള കരിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു റൈസിൻ്റെ ടേസ്റ്റേ പോകും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക.
ഞാനിവിടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഈ ഒരു സമയത്താണ് നമുക്ക് നല്ല ക്ഷമ വേണ്ടത്. ഇത് കഴിഞ്ഞുള്ള പണികളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സാധാ റൈസ് ഉണ്ടാക്കണതിൽ ചെയ്യാനുള്ള അത്ര പണികൾ തന്നെ ഉള്ളൂ. പക്ഷേ ഈ ഒരു പ്രോസസ്സിന് നല്ല ക്ഷമ വേണം. അപ്പോൾ നമുക്കിത് ഇട്ടിട്ട് പോകാനുള്ള മെൻറ്റാലിറ്റി ഒക്കെ തോന്നും, പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഈ ഒരു കാരമലൈസ് ചെയ്യുന്നത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് കാരമലൈസ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല, അല്ലാതെ തന്നെ നമ്മൾ കാരമലൈസ് ചെയ്യാം. നമുക്കറിയാം സവാളയിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കാരമലൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇവിടെ ഈ ഒരു സമയം സവാള ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം, ഉപ്പിടാതെ തന്നെ നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം എനിക്കൊരു 25 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കാരമലൈസ് ആയി വന്നിട്ടുണ്ട്, ചോക്ലേറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനത്തെ ചിക്കൻ വേണമെങ്കിലും എടുക്കാം, ചെറുതോ വലുതോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ ഏകദേശം വലിയ 4 പീസസാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോന്ന് എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം, ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഹോൾ സ്പൈസസ് ആയിട്ട് ഞാനിവിടെ 3 ബേ ലീഫ്, പിന്നെ ഒരു 10 ഏലക്ക, 10 ഗ്രാമ്പു, ഒരു 3 മീഡിയം സൈസ് പട്ട, 2 ഉണക്കനാരങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടികളായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികളാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ ചേർത്ത് 1-2 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ ചെറിയ രീതിയിൽ മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 3 വലിയ വെളുത്തുള്ളി ഈ ഒരു തലഭാഗം കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം, തൊലിയോടെ കൂടെ ചേർത്താൽ മതി. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് അരിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനിലേക്കും അതുപോലെ തന്നെ ഈ ഒരു വെള്ളത്തിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നതിൻ്റെ മുന്നേ മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്, 2 മാഗി ക്യൂബ്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തപ്പോൾ ഈ ഒരു മാഗി ക്യൂബൊക്കെ നല്ല രീതിയിൽ അലിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറച്ച് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേണം നിങ്ങൾ ഉപ്പ് ചേർക്കാൻ. ഇനി നിങ്ങൾക്ക് മാഗി ക്യൂബ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നന്നായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു ചിക്കനിലേക്കും വെള്ളത്തിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റാണെന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കന് കുക്കായി കിട്ടാൻ നമുക്ക് ടോട്ടൽ 30 മിനിറ്റാണ് മീഡിയം ഫ്ലെയിമിലാവുന്നത്. അപ്പോൾ ഈ ഒരു 30 മിനിറ്റിൽ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചിക്കനിലേക്കുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തത്. എന്നിട്ട് ഇത് വീണ്ടും അടച്ച് വെച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് എന്നിട്ട് ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ഇത് വീണ്ടും അടച്ച് വെച്ചിട്ട് 10 മിനിറ്റും കൂടി കുക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ടോട്ടൽ 30 മിനിറ്റ് ആവും. അപ്പോൾ ഈ ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് ചിക്കനിലൊരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഉള്ളിലേക്ക് ചിക്കനിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചിക്കന് വെന്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഓൾറെഡി നമുക്കറിയാം ചിക്കന് എന്താണ് തിളച്ചാൽ വേവുന്നൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ അധികം വേവാതെ നിൽക്കൊന്നുമില്ല. പിന്നെ നിങ്ങൾ എടുക്കുന്ന പീസിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇവിടെ ചെറിയ രീതിയിൽ കുക്കിംഗ് ടൈമൊക്കെ മാറും. എന്തായാലും ഒരു 20-25 മിനിറ്റ് എന്തായാലും നിങ്ങൾ കുക്ക് ചെയ്യണം. പിന്നെ നിങ്ങളെ പീസിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പിന്നെ ചിക്കൻ നല്ല ഹാർഡായി പോവുകയും ചെയ്യരുത്, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം കറക്റ്റ് ഒരു 30 മിനിറ്റിന് ശേഷം ഞാൻ ഇതിലുള്ള എല്ലാ ചിക്കനും മാറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ചിക്കൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓവൻ ഗ്രില്ല് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പാൻ ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനേതായാലും ലാസ്റ്റ് പാൻ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പുറത്തുള്ള തൊലിയൊക്കെ നല്ല രീതിയിലൊന്ന് ക്രിസ്പി ആയി കിട്ടും, അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാകും. അതിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ മുഴുവൻ മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മുടെ റൈസിൻ്റെക്കാളും ഇത്തിരി മേലെ നിൽക്കണം വെള്ളം, ആ ഒരു അളവിൽ വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ചുടുവെള്ളം ശ്രദ്ധിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പച്ചവെള്ളം ചേർക്കരുത്. അപ്പോൾ ഈ ഒരു റൈസിനേക്കാളും ഇത്തിരി ഒന്ന് മേലോട്ട് നിൽക്കുന്ന രീതിയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളൊരു പച്ചമുളക് നീളത്തിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 7
മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ഫ്ലെയിം ലോയിലാക്കിയിട്ടാണ് ബാക്കി കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ റൈസ് നമുക്ക് ഏകദേശം 20 മിനിറ്റ് സ്ലോ കുക്കും ചെയ്തെടുക്കണം. അപ്പോൾ ടോട്ടൽ ഒരു 27 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് റൈസ് കുക്കായി കിട്ടും. പിന്നെ നമ്മൾ എടുക്കുന്ന റൈസിനനുസരിച്ചിട്ട് ഇവിടെ ടൈം വേരിയേഷൻ ഉണ്ടാവും, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു റൈസ് കുക്കാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് പാൻ ഗ്രിൽ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനൊരു പാനിലേക്ക് ഞാൻ ഇത്തിരി സൺഫ്ലവർ ഓയിൽ, ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കനൊക്കെ ഒന്ന് പാൻ ഗ്രിൽ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കാരണം നമുക്കൊരു പുറത്തുള്ള ഒരു തൊലി മാത്രം ക്രിസ്പി ആക്കി എടുത്താൽ മതി, അല്ലാതെ നമുക്ക് മുഴുവൻ ചിക്കൻ വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ ചിക്കൻ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി വന്നിട്ടുണ്ടാകും. എന്നിട്ട് അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കളറിൽ ചെറുതായിട്ട് അത് പുറത്തുള്ള ഒരു കളർ ചേഞ്ച് ആയി കിട്ടിയാൽ മതി. ആ ഒരു സമയം നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറുഭാഗം ഇതേപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ 2 സൈഡും നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ആ ഒരു ചിക്കന് മാറ്റിയിട്ട് അടുത്ത ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ആ ചിക്കൻ മേലുള്ള ഉള്ളിയൊക്കെ നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത ചിക്കൻ വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ഒരു പാത്രം ഒന്ന് ക്ലീൻ ആക്കണം. അല്ലെങ്കിൽ ഈ ഒരു ഉള്ളിയൊക്കെ കരിഞ്ഞിട്ട് ഈ ഒരു ടേസ്റ്റ് നമ്മുടെ ചിക്കനിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതേ ഒരു പാന് ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ അടുത്ത ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. പിന്നെ നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ തന്നെ മതി, വേറൊന്നും നമ്മൾ എക്സ്ട്രാ ചേർക്കേണ്ടതില്ല. റൈസ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം പറ്റ ലോവിലാക്കിയിട്ട് 20 മിനിറ്റ് കുക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. അപ്പോൾ ഒരു 20 മിനിറ്റിൽ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ പാൻ ഗ്രിൽ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിതൊന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 20 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മൾ പാത്രം തുറക്കാൻ പാടില്ല. നമ്മൾ മൂടി തുറക്കേണ്ടത് ഏകദേശം വീണ്ടും ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൂടി തുറക്കേണ്ടത്. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു റൈസ് കറക്റ്റായിട്ട് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതിനൊരു സ്മെല്ല് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ചിക്കൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പക്ഷേ ഞങ്ങൾ ഈ ഒരു റൈസും ചിക്കനൊക്കെ ഒരുമിച്ച് തന്നെയാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പിന്നെ ഈ ഒരു റൈസ് കഴിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് നാരങ്ങ പീരൽ നിർബന്ധമാണ്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, നമ്മളിതുവരെ കഴിക്കാത്തൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നിങ്ങളുടെ അഭിപ്രായം കേൾക്കുമ്പോഴാണ് എനിക്ക് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടാൻ തോന്നുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.